ദൈവത്തിൻ്റെ കണ്ണിനെ മൂടിയിട്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ പറയുമായിരിക്കും, എൻ്റെ അടുക്കലിരുന്ന് ആരാധിക്കുന്ന ഇന്ന വ്യക്തി അവൻ ഇന്ന കുറ്റം ചെയ്യുന്നു, വൈ നോട്ട് മീ, എന്തുകൊണ്ട് എനിക്കായിക്കൂടാ, എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്ന ഒറ്റ ചോദ്യം വെച്ചിട്ട് പാപം ചെയ്യാൻ സ്വന്തമായി ഏൽപ്പിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് അവൻ ഇങ്ങോട്ടേക്ക് കയറുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഇത്രയും പറയണമെന്ന് തോന്നിയോണ്ട് പറഞ്ഞത്. നിങ്ങൾക്ക് ഹല്ലേലൂയ നന്നാകാൻ മനസ്സുണ്ടെങ്കിൽ നന്നായിക്കോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നോട് പിണങ്ങിയാലും എനിക്ക് വിഷയമല്ല. കാരണം ഹല്ലേലൂയ ഇതെൻ്റെ ഡ്യൂട്ടിയെ ചെയ്യാണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് കർത്താവിന് കണക്ക് കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചോ, ദൈവസന്നിധി നിൽക്കുമ്പോൾ അടുത്തൊരു വ്യക്തി, ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കാം, അവർ ആലയത്തിൽ വരാൻ തുടങ്ങിയിട്ട് ഇത്ര നാളായി, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര വർഷങ്ങളായി, അവർ ചീത്തവാക്ക് പറയുന്നു, എന്തുകൊണ്ട് എനിക്ക് പറയാൻ വയ്യ, അവൻ സിഗരറ്റ് വലിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ, അവർ കള്ളം പറയുന്നു, എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ, അവർ തോന്നിയതുപോലെ നടക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ എന്നൊക്കെ പറഞ്ഞ് പാപത്തിന് വേണ്ടി നിങ്ങളുടെ ഏൽപ്പിച്ചു കൊടുത്താൽ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ പ്രവൃത്തികളെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ, വചനം പറയുന്നു, നിങ്ങൾ വിതയ്ക്കുന്നത് ഒരിക്കലും ആത്മാവിലല്ല, നിങ്ങൾ വിതയ്ക്കുന്നത് ജഡത്തിലത്രേ. അതുകൊണ്ട് ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. എനിക്കും നിങ്ങൾക്ക് മാതൃക മനുഷ്യനല്ല. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്ക് മാതൃക യേശുവാണ്. ഹല്ലേലൂയ. നമുക്കൊറ്റ റോൾ മോഡലേ ഉള്ളൂ, അത് ഈ ലോകത്തിന്റെ മനുഷ്യനല്ല. എനിക്കും നിങ്ങൾക്കുമുള്ള ഏക റോൾ മോഡൽ അത് നമ്മുടെ രക്ഷിതാവായ, പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് തൻ്റെ രക്തം കൊണ്ട് എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ കർത്താവാകയാൽ അദ്ദേഹം മാത്രമാ എൻ്റെയും നിങ്ങളുടെ റോൾ മോഡൽ. അതുകൊണ്ട് മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി അവർ ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യുമെന്ന് പറഞ്ഞ് ജഡത്തിൽ വിതയ്ക്കാനല്ല, അവൻ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക, ഞാൻ ജഡത്തിൽ വിതയ്ക്കത്തില്ല, ഞാൻ ആത്മാവിൽ വിതയ്ക്കാൻ പോവുക. പാപം ചെയ്യത്തില്ല, ഞാൻ കർത്താവിനോട് കൂടെ നടക്കാൻ പോവുക.